വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ അഹദിസ് സമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. صدق الله العلي العظيم. ആദരണീയരായ സഹോദരങ്ങളെ, നമ്മുടെ വടക്കുമുറിയിലെ നമ്മുടെ SKSSFിന് കീഴിൽ നടക്കുന്ന ഖുർആൻ പ്രഭാഷണ സദസ്സിലാണ് നമ്മളുള്ളത്. ലൈവായിട്ടും മറ്റും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും അല്ലാഹുവിൽ നിന്നുള്ള ബറക്കത്തും അല്ലാഹു രണ്ട് ലോകത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ട്രോളുകളും കമന്റുകളും. നിരീക്ഷണം ശക്തമാണ്. വരാനിരിക്കുന്നത് ഭയാനക ശിക്ഷ എന്നതിനെ സംബന്ധിച്ചാണ്. മാനുഷിക മൂല്യങ്ങളെ, അതുപോലെ സംസ്കാരങ്ങളെ, മനുഷ്യന്റെ സംസ്കാരത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്നത്തെ ഈ മാറിയ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ പരസ്പരം അപമാനിക്കുന്ന, തെറി വിളിക്കുന്ന, അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്ന, ചെടി വാരി എറിയുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ഒരാളെ സമൂഹ മധ്യത്തിൽ എത്രമാത്രം അപമാനിക്കാൻ കഴിയുമോ മാക്സിമം അപമാനിക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. വാക്കിലൂടെയും എഴുത്തിലൂടെയും ഒക്കെ മഹാപാതകം ചെയ്യുന്ന, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പിക്കുന്ന, കുടുംബത്തെ ഭിന്നിപ്പിക്കുന്ന, അയൽവാസികളെയും അതുപോലെ സമൂഹത്തെയും നാട്ടുകാരെയും ഒക്കെ ഭിന്നിപ്പിക്കുന്ന, ചിലപ്പോൾ തീരാ ദുഃഖത്തിലാഴ്ത്തുന്ന ട്രോളുകളും അതുപോലെ തന്നെ കമന്റുകളും ഒക്കെ ഇന്ന് സാർവത്രികമായി വല്ലാത്തൊരവസ്ഥയിലെത്തിയ ഈ പ്രത്യേക സാഹചര്യത്തിൽ സത്യവിശ്വാസികളായ നമ്മളെങ്കിലും ഇതിൻ്റെ ഗൗരവം യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ചില വോയിസുകൾ, നമ്മുടെ പ്രഭാഷണങ്ങൾ, നമ്മുടെ എഴുത്തുകൾ, നമ്മുടെ ഇടപെടലുകൾ ഒരു കാരണവശാലും ഒരാൾക്കും ഒരു പ്രയാസം ഉണ്ടാകില്ല, എൻ്റെ കാരണത്താൽ ഒരാളും മാനസികമായിട്ട് പ്രയാസപ്പെടില്ല, അതിനൊരവസരം ഞാൻ ഒരിക്കലും ഉണ്ടാക്കില്ല എന്ന ഒരു പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത്. ചിലപ്പോൾ ശത്രുക്കൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ മിത്രങ്ങൾക്ക് തന്നെ മറുപടി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സഗൗരവത്തിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. അത്തരം സാഹചര്യത്തിൽ പോലും സതുദ്ദേശത്തോടുകൂടെ അല്ലാതെ ഒരു പരാമർശവും യഥാർത്ഥത്തിൽ നമ്മൾ നടത്താൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വളരെ സ്പഷ്ടമായ കാഴ്ചപ്പാടാണ് ആ വിഷയത്തിൽ വേണ്ടത്. ഇല്ലെങ്കിൽ ഭയാനകമായ ശിക്ഷയാണ് ഈ വിഷയത്തിൽ നമുക്ക് വരാനിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തിലും ഇടപെട്ട്, അങ്ങനെയുള്ള പൊതുവെ മനുഷ്യന്റെ സ്വഭാവം ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞേ മതിയാകൂ എന്നുള്ള രൂപത്തിലൊക്കെയാണ് പല ആളുകളും ഇടപെടാറ്. അത് മഹാദുരന്തം വരുത്തി വരും. ഈ വിഷയത്തിൽ ഖുർആൻ നമുക്ക് വഴി കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ
അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം. സത്യവിശ്വാസികളെ, ഈമാനുള്ള ആളുകളെ അല്ലാഹു വിളിക്കുകയാണ്. സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാൻ പാടില്ല. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, ആ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമർ ആ പരിഹസിക്കപ്പെടുന്നവരായേക്കാം. അതുകൊണ്ട് പുരുഷന്മാരിൽ നിന്ന് ഒരു വിഭാഗവും ആണുങ്ങളിൽ നിന്ന് ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ കളിയാക്കരുത്, പരിഹസിക്കരുത്. വലാ നിസാഉം മിൻ നിസാ, ഒരു വനിതാ വിഭാഗവും മറ്റൊരു വനിതാ വിഭാഗത്തെ പരിഹസിക്കരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ, പരിഹസിക്കുന്ന വനിതാ വിഭാഗത്തെക്കാൾ ഉദാത്തവർ പരിഹസിക്കപ്പെടുന്നവരായേക്കാം. അതുകൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരു സംഘവും ഒരു വ്യക്തിയും ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ആണാവട്ടെ പെണ്ണാവട്ടെ പരിഹസിക്കാൻ പാടില്ല. വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ പരസ്പരം ഒരിക്കലും കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. വലാ തനാബസൂ ബിൽ അൽഖാബ്, പരിഹാസ പേരുകളെ കൊണ്ട് വിളിക്കാൻ പാടില്ല. പരിഹാസ പേരുകൾ വിളിച്ചുകൊണ്ട് ഒരിക്കലും പരസ്പരം അപമാനിക്കാൻ പാടില്ല. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, സത്യവിശ്വാസം വരിച്ചതിന്റെ ശേഷം അങ്ങനെയുള്ള പേരുകൾ വിളിക്കുക എന്നുള്ളത്, ചീത്ത പേരുകൾ, അത് വളരെ ഹീനമാണ്. വമൻ ലം യതുബ് ഫൗലായിക ഹുമുൽ ളാലിമൂൻ, തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അവർ അതിക്രമകാരികൾ തന്നെയാകുന്നു. അല്ലാഹു പറയുന്നത്, ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്, ഒരിക്കലും കുത്തുവാക്കുകൾ പറയരുത്, പരിഹാസ പേരുകൾ വിളിച്ചുകൊണ്ട് അപമാനിക്കാൻ പാടില്ല. വീണ്ടും അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ, സത്യവിശ്വാസികളെ, ഊഹാപോഹങ്ങൾ നിങ്ങൾ വെടിയണം. ഇന്ന ബഅദൽ, എന്താ കാരണം? ഇന്ന ബഅദൽ, തീർച്ചയായിട്ടും ഈ മോഹങ്ങൾ എന്ന് പറയുന്നത് അതിൽ ചിലത് കുറ്റകരമായിരിക്കും. വലാ തജസ്സസൂ, ഒരിക്കലും നിങ്ങൾ ചാരപ്പണി ചെയ്യാൻ പാടില്ല. വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ഒരിക്കലും ചിലരെ പരസ്പരം നിങ്ങൾ ഒരിക്കലും ഗീബത്ത് പറയരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങളിൽ നിന്ന് ചിലരെ പരദൂഷണം പറയരുത്. അയ്യുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹ്മ അഖീഹി മൈതാ, തന്റെ സഹോദരന്റെ മൃതദേഹത്തിൽ നിന്ന് മാംസം തിന്നുന്നതിനെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അല്ലാഹു ചോദിക്കുകയാണ്. നിങ്ങൾ പരദൂഷണം നടത്തരുത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, സ്വന്തം സഹോദരന്റെ മൃതദേഹത്തിൽ നിന്ന് മാംസം ഭുജിക്കുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമൂ, നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അതിന് നിങ്ങൾ വെറുക്കുന്നു. അതുപോലെ നിങ്ങൾ പരദൂഷണത്തെ വെറുക്കണേ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കാരുണ്യവാനാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ആരും ആരെയും പരിഹസിക്കാൻ പാടില്ല, കുത്തുവാക്കുകൾ പറയാൻ പാടില്ല, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ച് പ്രയാസപ്പെടുത്തരുത്, പരദൂഷണം പറയരുത്, ഏഷണി വേണ്ട, ഇതൊക്കെ പഠിപ്പിച്ചിട്ട് അവസാനം പറയാം, യാ അയ്യുഹ
അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, മനുഷ്യരെ, നിങ്ങളൊക്കെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളൊക്കെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫൂ, നിങ്ങളെ വ്യത്യസ്തമായ കബീലകളും ഗോത്രങ്ങളുമാക്കി വേർതിരിച്ചത് നിങ്ങൾ അറിയപ്പെടാൻ, അന്യോന്യം അറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിങ്കൽ നിങ്ങളിൽ ആദരണീയർ കൂടുതൽ വിശുദ്ധിയുള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്, ദോഷബാധയെ പേടിക്കുന്നവരാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ തൊലി കറുത്തതിന്റെ പേരിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിനെ നോക്കി ചിലർ നീരസം പ്രകടിപ്പിച്ചപ്പോൾ അതിന് മറുപടി കൊടുക്കുകയാണ്. തൊലി കറുത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ തറവാടിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിൽ ഒരിക്കലും ഒരു കുത്തുവാക്ക് പാടില്ല, എല്ലാവരും ഒന്ന് എന്ന് പഠിപ്പിച്ചു. എത്രയോ സംഭവങ്ങൾ കാണാം ഇസ്ലാമിക ചരിത്രത്തില്. ഓരോ കാലഘട്ടത്തിലും ക്രൂരന്മാരെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നമ്മുടെ നബിയുടെ കാലഘട്ടത്തിലെ ക്രൂരനായ ഒരാളായിരുന്നു അബൂജഹൽ. ആ അബൂജഹലിന്റെ മോനായിരുന്നു ഇക്രിമ റളിയല്ലാഹു അൻഹു. അബൂജഹൽ കൊടിയ ശത്രുവായിരുന്നു. അല്ലാഹുവിന്റെ തിരുദൂതരെയും സ്വഹാബത്തിനെയും വധിക്കാൻ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ യുദ്ധമാണ് ബദർ യുദ്ധം. അങ്ങനെയുള്ള അബൂജഹൽ മരണവേളയിൽ പോലും അല്ലാഹുവിന്റെ തിരുദൂതരോടുള്ള ശക്തമായ പകയും വിദ്വേഷവും പ്രകടിപ്പിച്ച ആളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് മുഹമ്മദിനെയാണെന്ന് മരണത്തിന്റെ തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ച അബൂജഹൽ മരണവേളയിൽ ഫിറഔന് പോലും മാറ്റം വന്നു. ചെങ്കടലിൽ വെച്ച് വിളിച്ചു പറഞ്ഞു മരിക്കുന്നതിന്റെ മുമ്പ്, ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷേ മരണവേളയിലും മാറ്റമില്ലാത്ത ആളായിരുന്നു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. പക്ഷേ ആ അബൂജഹലിന്റെ പുത്രനായ ഇക്രിമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുർആൻ വ്യാഖ്യാതാവായിരുന്നു. അദ്ദേഹം പ്രമുഖനായ സഹാബിയായിരുന്നു. ഇക്രിമ റളിയല്ലാഹു അൻഹു പരിശുദ്ധ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ തമാശ രൂപത്തിൽ ചിലർ പറഞ്ഞു, ഈ ഉമ്മത്തിലെ ഫറോവയായ അബൂജഹലിന്റെ മകനാണ് കടന്നു വരുന്നത്, ഈ ഉമ്മത്തിലെ ഫിർഔനിന്റെ മകനാണ് കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്, സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. ആ പ്രയോഗം അറിയാതെ പറഞ്ഞു പോയതാണ്. അദ്ദേഹം അല്ലാഹുവിന്റെ തിരുദൂതരോട് വന്നിട്ട് പരാതി പറഞ്ഞു, പിതാവ് പടച്ചുപോയി എന്നത് എന്റെ കുറ്റമല്ലല്ലോ നബിയേ. ഇക്രിമ റളിയല്ലാഹു അൻഹു ഏറെ വിഷമിച്ചു. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്, ഒരിക്കലും പരിഹസിക്കരുത്. പിന്നീട് പറഞ്ഞില്ലേ, അല്ലാഹു പറഞ്ഞില്ലേ, വലാ തൽമിസൂ അൻഫുസകും, തമ്മിൽ ഒരിക്കലും കുത്തുവാക്ക് പറയരുത്. എത്രമാത്രം അർത്ഥവത്തായ പ്രഖ്യാപനമാണത്. തമാശക്ക് പോലും പറയുമ്പോൾ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് അതിന് കനത്ത വില നൽകേണ്ടി വരും. ഇത് വിശദമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നു, റസൂൽ പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ മുഅ്മിനു ബിത്തുആനി വലൽ ലഅാനി വലൽ ഫാഹിശി വലൽ ബദി. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നു, ഒരു മുഅ്മിന് ഒരിക്കലും ആക്ഷേപിക്കുന്നവനാവുകയില്ല, അവൻ ശാപവാക്കുകൾ പറയുന്നവനോ നീചവാക്കുകൾ പറയുന്നവനോ താഴ്ന്ന വാക്കുകൾ പറയുന്നവനോ ആകില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ
മറ്റുള്ളവരോട് കുത്തുവാക്ക് പറയില്ല, അകാരണമായി ചീത്ത പറയില്ല. വാളുകൊണ്ട് വെട്ടുന്നതിനേക്കാൾ പ്രശ്നമാണ് കുത്തുവാക്കുകൾ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അല്ലാഹുവിന്റെ തിരുദൂതൻ ഈ കാര്യം പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുതസാഹബാനി മാ ഖാല ഫഅലൽ ബാദി മിൻഹുമാ ഹത്താ യഅ്തദിയൽ മദ്ലൂം. രണ്ടുപേര് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞാൽ ആദ്യം തുടങ്ങിയവനാണ് കുറ്റം. മർദിതൻ പരിധി വിട്ടിട്ടില്ലെങ്കിൽ ആദ്യം ആരാ ചീത്ത തുടങ്ങിയത്? അതിപ്പോ നേരെയാണെങ്കിലും മൊബൈലിലൂടെ ആണെങ്കിലും വോയിസ് വിട്ടിട്ടാണെങ്കിലും ആദ്യം ആരാ തുടങ്ങിയത്? അവനാണ് കുറ്റം. നമ്മളിപ്പോ ഒരാളെ ചീത്ത വിളിച്ചാല് അതേപോലെ അങ്ങോട്ട് പറയാ, കൂടരുത്. അതിന് വിട്ടാല് മർദിതനും. കാരണം അടിക്കുമ്പോ മർദ്ദനം കൊള്ളുന്ന ആള് മാത്രമല്ല മർദ്ദിതൻ. വാക്കുകൊണ്ടോ അങ്ങനെ ആക്ഷേപം കേൾക്കുമ്പോ മർദ്ദിതനാണ്. അവന്റെ പ്രാർത്ഥന ഒന്ന് വേഗം സ്വീകരിക്കും. ഇങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് തിരിച്ച് പറയാതിരിക്കലാ വേണ്ടത്. അഥവാ പറഞ്ഞാൽ ആ അങ്ങോട്ട് പറഞ്ഞതിന്റെ അളവിൽ കൂടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ തബാഗദു വലാ തഹാസദു വലാ തദാബറു വലാ തഖാതഉ വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ. നിങ്ങൾ അന്യോന്യം ദേഷ്യം വെക്കരുതേ, നിങ്ങൾ അസൂയ വെക്കരുതേ, നിങ്ങൾ അന്യോന്യം അവഗണിക്കരുതേ. വളരെ കൃത്യമായി അല്ലാഹുവിന്റെ തിരുദൂതൻ പറയുന്നു, ഒക്കെ സഹോദരങ്ങളാകണം. വളരെ വ്യക്തമായിട്ട് പറയാൻ. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തെറി പറയുന്നത്? അതിന്റെ അടിസ്ഥാനം എന്താ? നിങ്ങള് ഒരു കാര്യം, അസൂയാണ് ഇതിന്റെ എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഒരാളുടെ അസൂയ ഉണ്ടാകുമ്പോ പിന്നെ അവനെ എങ്ങനെയൊക്കെ വഷളാക്കാൻ കഴിയുമോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കും. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ ലുഗത്തുൻ നാസി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, അസൂയ, ഒരാൾക്ക് അസൂയ വന്നാൽ അതുകൊണ്ട് 8 ആഫത്തുകൾ, 8 മുസീബത്തുകൾ അതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ഒന്ന്, അതിൽ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇതിൽ ഹാസിദ് ലാ യഖ്ലു അനിൽ ഗീബത്തി വൽ കദിബി വസ്സബ്ബി വശമാതതി ആദത. അദ്ദേഹം പറയുന്നത്, അതിൽ പറയുന്നത്, ഒരാൾ അസൂയാലുവാണെങ്കിൽ അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതി എന്താ അറിയോ? മറ്റുള്ളവരെ ഗീബത്ത് പറയും, ഇല്ലാത്തത് പറയും, അസഭ്യം പറയും. മാത്രമല്ല മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അതിൽ ഇവൻ വല്ലാതെ സന്തോഷിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന ഒരു കാരണം മറ്റുള്ളവരെ ആക്ഷേപിക്കലാണ്. ഏതെങ്കിലും രൂപത്തിൽ വേറെ ഒരാളെ നമ്മൾ ആക്ഷേപിച്ചാൽ അവന് അള്ളാഹുവിന്റെ കോപമുണ്ടാകുമെന്ന് മഹാന്മാര് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും രൂപത്തിൽ ഒരാൾ മറ്റൊരാളെ വഷളാക്കി കഴിഞ്ഞാൽ മരിക്കുന്നതിന്റെ മുമ്പ് മാലോകർക്കിടയിൽ അവനെയും അള്ളാഹു വഷളാക്കുമെന്ന് ഹദീസിൽ കാണാം. എന്നാൽ അതേസമയം അള്ളാഹിന്റെ തിരുദൂതർ പറഞ്ഞു, ആർക്കെങ്കിലും ചില പോരായ്മകൾ അത് നമ്മൾ മറച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ പോരായ്മകളെ അള്ളാഹു താല മറച്ചു വെക്കുന്നതാണ്. നമ്മളിലും പോരായ്മകൾ ഉണ്ടാവും, ആ പോരായ്മകളെ അള്ളാഹു താല മറച്ചു വെക്കുന്നതാണ്. എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾക്കും വിഷമം ഉണ്ടാക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ വരാൻ പാടില്ല എന്നാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ കുൻതും റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദാ കുൻതും സലാസതൻ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ 3 പേര് ആണെങ്കിൽ, ഇപ്പോൾ ഒരു വഴിക്ക് പോവുകയാണ്, 3 പേരാണ്, എന്നാൽ ഫലാ യതനാജസ്നാനി ദൂനൽ ആഖർ, ആ 3 പേരിൽ 2 ആളുകൾ 3 അങ്ങനെ മാറ്റി നിർത്തി സ്വകാര്യം പറയരുത്. ഹത്താ തഖ്തലിതു ബിന്നാസ്, മറ്റുള്ള ജനങ്ങളിലേക്ക് കൂടിക്കലരുന്നത് വരെ 3 ആള് ടൗണിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഒരാളെ മാറ്റി നിർത്തി 2 ആൾ സ്വകാര്യം പറയരുത്. കാരണം അങ്ങനെ 2 ആൾ സ്വകാര്യം പറഞ്ഞാൽ ആ 3ആമൻ കരുതും അത് തന്നെ പറ്റിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ താൻ കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞാൽ പോലെ തീർച്ചയായിട്ടും അത് അവനെ ദുഃഖത്തിലാഴ്ത്തും, ടെൻഷൻ ഉണ്ടാക്കും. ഇങ്ങനെ കുറച്ച് അങ്ങാടിയിലെത്തി ധാരാളം ആളുകൾക്കിടയിൽ കൂടി കലർന്നു. ഇനി അവിടുന്ന് അതിൽ 2 ആളുകൾ സ്വകാര്യം പറഞ്ഞാൽ കുറെ ആളുകൾ ഉള്ളതാണ്, അപ്പൊ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കരുതിക്കോളും. അപ്പൊ 3 ആളുകൾ പോകുമ്പോൾ കൂട്ടത്തിൽ നിന്ന് 2 ആളുകൾ സ്വകാര്യം പറഞ്ഞാൽ പോലും
അത് പ്രയാസമുണ്ടാക്കും, വിഷമമുണ്ടാക്കും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് ഇത്രത്തോളം പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളായ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം. ഇന്ന് പലരും ഈ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല. ജാതിയുടെ പേരിൽ കുത്തുവാക്ക് പറയുന്നവർ, മതത്തിന്റെ പേരിൽ കുത്തുവാക്ക് പറയുന്നവർ, നിറത്തിന്റെ പേരിൽ പറയുന്നവർ, രാഷ്ട്രീയത്തിന്റെ പേരിൽ പറയുന്നവർ, തറവാടിന്റെ പേരിൽ പറയുന്നവർ, ധനത്തിന്റെ പേരിൽ പറയുന്നവർ, ഇതൊക്കെ അപകടമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മോഹിനികൾ ഏറെ ശ്രദ്ധിക്കണം. ഒന്നുമില്ലല്ലോ, മൊബൈൽ ഇങ്ങനെ ഞെക്കി പിടിക്കുക, അങ്ങനെ പറയാം. എന്നിട്ടാണ് ഇതങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പിന്നെ പോവാൻ ഇവനാ വിഷയം മറക്കും. ഇത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഈ സാധനത്തിൽ കിടക്കുകയാണ്. ഓർക്കണം, മലക്കാളത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ആരൊക്കെ പഴക്കുന്നോ അതിൻ്റെയൊക്കെ ഒരു വിധം ഇവരുണ്ട്. ഇപ്പൊ ഞാൻ ഒരാളെ പറ്റി വേണ്ടാന്നതിലൂടെ എത്ര ആളുകൾ അത് കേട്ട് പഴക്കുന്നോ അതിൻ്റെയൊക്കെ ഒരു വിഹിതം കുറ്റമില്ല. എത്ര ശ്രദ്ധിക്കണം നമ്മളിപ്പോ ഈ വാക്കുകളൊക്കെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചിലതൊക്കെ വേണ്ടതുണ്ടാവും. ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കും. ചില വാക്കുകളൊക്കെ കണക്ക് പുറത്തു, അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വാക്കാണ്. കോവിഡ് റാണി, അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വാക്കാണ്. പേട് തേങ്ങ, ഇങ്ങനെയൊക്കെ വന്നു പോകും. ശുംബൻ, പുലങ്കുത്തി, അങ്ങനെ ഒരുപാട്, മരപ്പട്ടി, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ചിലപ്പോൾ പ്രസംഗത്തിൽ വരും, ചിലപ്പോൾ വാർത്താ സമ്മേളനത്തിലായിരിക്കും, ചിലപ്പോൾ ഇതേപോലെ പല രൂപത്തിലായിരിക്കും. ഈ വിഷയത്തിൽ എല്ലാവരും എന്ത് മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ മടിയില്ലാത്തൊരു കാലമാണ്. ഇരട്ടക്കൊലപാതകത്തിന് ഇരട്ടക്കൊലപാതകങ്ങൾ ഇന്നിപ്പോ അതാണ് വാർത്ത. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? അപ്പൊ മനുഷ്യത്വം മരവിച്ച കാഴ്ചകൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ട്രോളുകൾ, ആളുകളെ ട്രോളുമ്പോൾ ശ്രദ്ധിക്കണം, കമന്റുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് പരലോകമുണ്ട്. മോഹിനികളായ ആളുകൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഒരു പെണ്ണിന്റെ കഥ ചരിത്രത്തിൽ കാണാം. ആ പെണ്ണ് 40 കൊല്ലത്തോളം ഖുർആൻ അല്ലാതെ ഒന്നും സംസാരിച്ചില്ല. എന്താ കാരണം? അതിന് കാരണം പറഞ്ഞത്, കാരണം ചോദിച്ചപ്പോൾ അതിന് ഖുർആന്റെ ആയത്താ ഓതിയത്. റഖീബും അതീദും ഉച്ചരിക്കുന്നത് മുഴുവനും രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നാവിൽ നിന്ന് വേണ്ടാത്ത ഒരു വാക്കും വരരുത്. അതുകൊണ്ട് ഉച്ചരിച്ചത് മുഴുവനും എന്താണ്? ഉച്ചരിച്ചത് മുഴുവനും നല്ല കാര്യങ്ങൾ മാത്രമാകണം. അതുകൊണ്ട് ആരെന്ത് ചോദിച്ചാലും മറുപടി ഖുർആന്റെ ആയതുകൊണ്ട്, അവർ ആരോട് എന്ത് ചോദിച്ചാലും മറുപടി ഖുർആന്റെ ആയതുകൊണ്ട്. ഈ രൂപത്തിലൊക്കെ ശ്രദ്ധിച്ച മഹാന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ശ്രദ്ധയൊന്നുമില്ല. ചിലപ്പോൾ ഭയങ്കര നിസ്കാരവും ഉള്ള കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാകും. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും മറ്റും ഓരോരുത്തരും ചിന്തിച്ചോളും. ഇപ്പൊ ചിരിക്കാൻ ആളുകളുണ്ടാവും, ഷെയർ ചെയ്യാൻ ആളുകളുണ്ടാവും. ഇതൊക്കെ ചിന്തിക്കണം. എല്ലാം നമ്മൾ ഈ അസൂയ മൂത്തതാ പ്രശ്നം. ഈ ഡിസ്ലൈക്കൊക്കെ വരുന്ന അസൂയ ഉണ്ടാവുക. ശരിക്കും നല്ലതാണെങ്കിൽ നല്ലതല്ലാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വരും. അപ്പൊ ഏതായിരുന്നാലും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അപകടമാകും. അല്ലാഹു തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്ന സാങ്കേതികമായി ചില തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് അരമണിക്കൂറിലധികം കൂടുതൽ ഇന്ന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് അവസാനിപ്പിക്കുന്നത്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ പള്ളിക്കൂടം റിലീഫ് സെന്ററിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ യതീമുകൾക്ക് മാത്രം കൊടുക്കാൻ എന്ന് പറഞ്ഞൊരു 250 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. അതുപോലെ ഒരു 500 രൂപ വേറെ യതീമുകൾക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു അത് കബൂലാകട്ടെ. അതുപോലെ ഒരു സഹോദരി രോഗം മാറാൻ ദുആ ചെയ്യാൻ വേണ്ടി ഒരു 1000 രൂപ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അല്ലാഹു അത് കബൂലാകട്ടെ. അതുപോലെ ഒരു സഹോദരി 500 രൂപ നൽകിയിട്ടുണ്ട്. ഒരു സഹോദരന്, ഗൾഫിലുള്ള ഒരു സഹോദരനാണ് 1000 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുള്ളത്. അതുപോലെ പിന്നെ ഒരു 315 രൂപ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഒരു സഹോദരി നൽകിയിട്ടുണ്ട്. കുട്ടിക്കൊരു പ്രയാസമുണ്ട്, അത് നീങ്ങാൻ വേണ്ടിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ആലത്തൂർ പടിയിലുള്ള ഒരു സഹോദരൻ ഒരു 200 രൂപ നൽകിയിട്ടുണ്ട്. അതുപോലെ ആലത്തൂർ പടിയിലുള്ള വേറൊരു സഹോദരൻ ഒരു 100 രൂപ നൽകിയിട്ടുണ്ട്. അറവക്കരയിലുള്ള ഒരു സഹോദരൻ ഒരു 313 രൂപ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി, കുട്ടിക്കൊരു ഓപ്പറേഷൻ ഉണ്ട്, ദ്വാരക്കാൻ വേണ്ടി 1000 രൂപ നൽകിയിട്ടുണ്ട്. അതുപോലെ മരിച്ച ഭർത്താവിൻ്റെ പേരിൽ ദുആ ചെയ്യാൻ ഒരു 1730 രൂപ നൽകിയിട്ടുണ്ട്. കല്യാണം ശരിയാകാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ ഒരു 500 രൂപ ഒരു സഹോദരി കൊടുത്തയച്ചിട്ടുണ്ട്. അതുപോലെ നേർച്ചയാക്കിയത് ഒരു 553 രൂപ ഒരു സഹോദരൻ്റെ ഭാര്യ കൊടുത്തയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരുമകളുടെ
പ്രസവം റാഹത്താകാൻ വേണ്ടിയിട്ട് ഒരു 3000 രൂപ, അവർ തന്നെ ഒരു 500 രൂപ വേറെ നൽകിയിട്ടുണ്ട്. അതുപോലെ അവർ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ നേർച്ചയാക്കിയതിന് 300 രൂപ വേറെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു സഹോദരൻ 150 രൂപ നൽകിയിട്ടുണ്ട്. ഗൾഫിലുള്ള ഒരു സഹോദരൻ 1000 രൂപ നൽകിയിട്ടുണ്ട്. ഒരു സഹോദരൻ 100 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു ഇതൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തആല ഇതൊക്കെ നൽകിയവർ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാവട്ടെ. അന്തസ്സും ആത്മാഭിമാനവും നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ നാട്ടിലും അതുപോലെ വിദേശത്തുമുള്ള ധാരാളം ആളുകൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവർ, സഹായിക്കുന്നവർ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആന്റെ സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തും ഖുർആന്റെ സദസ്സുമായി ബന്ധപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഗർഭിണികൾക്ക് അള്ളാഹു സുഖപ്രസവം നൽകുമാറാവട്ടെ. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കെല്ലാവർക്കും അള്ളാഹു ഇതുപോലെ സ്വർഗത്തിന് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.